ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഹോ ഒപ്പോനോ പോനോ എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ്. ഈ ടെക്നിക്ക് റിലേഷൻഷിപ്പിലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹീൽ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ടെക്നിക്കാണ്. അപ്പോൾ എങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആദ്യം ഒന്ന് പറയാം, എന്നിട്ട് ടെക്നിക്ക് എന്താണെന്നുള്ളത് റിവീൽ ചെയ്യാം. ഇപ്പം നിങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നിങ്ങളുടെ ഭാഗത്തുണ്ടായ ഒരു മിസ്റ്റേക്കിൻ്റെ ഭാഗമായിട്ട് ബ്രേക്കപ്പ് ആകേണ്ടി വന്നു. ഇനി വേണ്ട, നമുക്ക് പിരിയാം എന്നുള്ള അവസ്ഥയിൽ പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാതെ തന്നെ പിരിഞ്ഞിരിക്കുക. അത്തരം ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നതിലൂടെ ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിട്ടുള്ള ആ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരു ചിന്തയോ അതൊക്കെ പതിയെ പതിയെ കുറഞ്ഞു വന്ന് ആ ഒരു റിലേഷൻഷിപ്പ് പഴയ പോലെ തന്നെ പാച്ചപ്പ് ആക്കാൻ വളരെയധികം സഹായിക്കും. ഇനി പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നമല്ല, നിരന്തരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വഴക്കും അടിയും ഒക്കെയാണ്, അതിനുശേഷം പെട്ടെന്ന് ഒരു ദിവസം ബ്രേക്കപ്പ് പറഞ്ഞു പോയി. അത്തരം സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രശ്നം കാരണത്താലാണ് ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് നല്ല ഒരു ഫീല് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് ചെയ്യാം. ഇത് ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മൈൻഡിനെയും സോളിനെയും പ്യൂരിഫൈ ചെയ്യുകയും അതുവഴി നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തി തിരിച്ചു വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് ആ രീതിയിൽ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ ഹോ ഒപ്പോനോ പോനോ ടെക്നിക്ക് എന്താണ് എന്നുള്ളത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്തരം സിറ്റുവേഷനിലുള്ള ആളുകൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐ ആം സോറി എന്നുള്ളതാണ്. അഥവാ എന്നോട് ക്ഷമിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം, അല്ലേ? മലയാളത്തിലാണെങ്കിൽ ഐ ആം സോറി എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ആരോടാണ് സത്യത്തിൽ സോറി പറയുന്നത്? ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇത് വളരെ നല്ല ഫീലോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ തെറ്റ് ചെയ്തതിന് നമ്മളോട് തന്നെ സോറി പറയുകയാണ്. രണ്ട്, നമ്മൾ മനസ്സിൽ ആ വ്യക്തിയുടെ മുഖം കാണുക. ആരോടാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയുടെ മുഖം കണ്ടുകൊണ്ട് സോറി പറയാം. അതുപോലെ തന്നെ മൂന്നാമതായിട്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ, ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി, ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോരോ തരത്തിലുള്ള വിശ്വാസങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത്, ഏത് റിലീജിയൻ ആണെങ്കിലും പ്രശ്നമില്ല, ആ ഒരു ശക്തിയോട് നിങ്ങൾ എന്ത് ചെയ്യുക? സോറി പറയുക. അപ്പോൾ നമ്മളോട് സോറി പറയുന്നു, ആ വ്യക്തിയോട് സോറി പറയുന്നു, ദൈവത്തിനോട് സോറി പറയുന്നു. ഇങ്ങനെ ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ടാണ്, ഡെപ്തിൽ ഫീൽ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സോറി പറയേണ്ടത്. ഐ എം സോറി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ സോറി പറയുന്നു, ദൈവത്തിനോട് സോറി പറയുന്നു, ആ വ്യക്തിയോട് സോറി പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹീലിംഗ് പവർ എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിരിക്കും. രണ്ടാമത്തേത് പ്ലീസ് ഫോർഗീവ് മീ എന്നുള്ളതാണ്. അഥവാ എനിക്ക് മാപ്പ് നൽകൂ എന്നുള്ളതാണ്. നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റി എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മൾ ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ നമ്മളോട് തന്നെ ക്ഷമ ചോദിക്കുന്നു, നമ്മൾ ദൈവത്തിനോട് ക്ഷമ ചോദിക്കുന്നു, നമ്മൾ ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കുന്നു. ആ രീതിയിൽ മാക്സിമം ഫീൽ ചെയ്തുകൊണ്ട് പ്ലീസ് ഫോർഗീവ് മീ എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് പറയുക. അപ്പോൾ എങ്ങനെ കൃത്യമായിട്ട് പറയണം എന്നുള്ളത് ഞാൻ 4 സെൻറ്റൻസും പറഞ്ഞതിന് ശേഷം പറഞ്ഞുതരാം. ഓക്കെ, മൂന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് താങ്ക് യു എന്നുള്ളതാണ്. ഈ താങ്ക് യു പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് വരേണ്ടത്, ഈ വ്യക്തിയെ മായിട്ട് നല്ല ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്തരം സിറ്റുവേഷൻസൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു ഭാഗ്യമായിട്ട് ലഭിച്ചതായിരിക്കാം. ആ ഭാഗ്യത്തിന് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുന്നു. അത് അനുഭവിക്കാൻ കഴിഞ്ഞ നമുക്ക് നമ്മൾ സ്വയം നന്ദി പറയുന്നു. ആ വ്യക്തി നമ്മുടെ ലൈഫിലോട്ട് വന്നതിന് ആ വ്യക്തിയോട് നമ്മൾ നന്ദി പറയുന്നു. അങ്ങനെ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള മെമ്മറീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം, സന്തോഷകരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം. അതെല്ലാം മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ട് താങ്ക് യു എന്നുള്ളത് മനസ്സറിഞ്ഞുകൊണ്ട് പറയുക. നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഐ ലവ് യു എന്നുള്ളതാണ് പറയേണ്ടത്.
അത് എക്സ്ട്രീം ഫീലിൽ വേണം പറയാൻ. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന രീതിയിൽ ഐ ലവ് യു എന്ന് പറയുക. അതേപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഐ ലവ് യു എന്ന് പറയുക. അതുപോലെ തന്നെ ആ യു എന്നുള്ളത് ദൈവമായി കണ്ടിട്ട് ഐ ലവ് യു, ഐ ലവ് ദ യൂണിവേഴ്സ് എന്നുള്ള മീനിങ്ങിൽ ഐ ലവ് യു എന്ന് പറയുക. സോ ഇത്രയും കാര്യങ്ങൾ, ഈ 4 സെൻറ്റൻസുകൾ മാക്സിമം ഫീലോട് കൂടിയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് നല്ല ഒരു റിലാക്സേഷൻ കിട്ടും. നിങ്ങൾ ഭയങ്കര കുറ്റബോധത്തിലായിരിക്കും, ചിലപ്പോൾ ഇതെങ്ങനെ പാച്ചപ്പ് ആക്കണം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ആയിരിക്കും. ഇത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യവും പകയും ഒക്കെ ഒന്ന് കുറഞ്ഞു വന്ന് പാച്ചപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട് എന്നല്ല, അങ്ങനെ സംഭവിക്കും. നിങ്ങൾ പിന്നെ അവർ തിരിച്ചു വരും, ഒന്നാകും എന്നുള്ള രീതിയിലൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക കൂടി ഇതിൻ്റെ കൂടെ ചെയ്താൽ മതി. ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇപ്പോഴും കൃത്യമായിട്ട് പല ആളുകൾക്ക് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവില്ല. ഈ സെൻറ്റൻസുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ കണ്ണടച്ചിരിക്കുക, ഒരു 10 ബ്രീത്ത് ചെയ്യുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. അത് ദീർഘശ്വാസമായിരിക്കണം. ദീർഘമായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കുക, പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. അത് വായിലൂടെ വിട്ടാലും മൂക്കിലൂടെ വിട്ടാലും പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ 4 സെൻറ്റൻസുകൾ പറയുക. ഞാൻ പറയുന്നത് പോലെ പറഞ്ഞേച്ചാൽ മതി. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നു ഐ എം സോറി. ഒരു 3 തവണ ഐ എം സോറി, ഐ എം സോറി, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, പ്ലീസ് ഫോർഗീവ് മീ, പ്ലീസ് ഫോർഗീവ് മീ. അത് കഴിഞ്ഞാൽ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ലാസ്റ്റ് വൺ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ്സോളം ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറയുക. കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, 5 മിനിറ്റ്സോളം റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പതിയെ കണ്ണ് തുറന്ന് ഇത് അവസാനിപ്പിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ടെക്നിക്ക്. പക്ഷേ ഇതിൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. സോ അവരെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് ഒരു സോറി പറയുന്നത് നല്ലതാണ്. ഇനി അങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ ഈ ടെക്നിക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ദേഷ്യവും വെറുപ്പും പകയും ഒക്കെ പോവാനുള്ള ഒരു എക്സ്ട്രീം പവർ ഇത്തരത്തിലുള്ള ഈ ഹോപ്പോനോപോനോ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ഹീലിംഗ് മെത്തേഡിനുണ്ട്. റിലേഷൻഷിപ്പിൻ്റെ കേസിൽ മാത്രമല്ല, മറ്റു പല കേസുകളിലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സൂചിപ്പിച്ചത് റിലേഷൻഷിപ്പിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ബാക്കിയുള്ള കേസുകളിലൊക്കെ ഇത് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന വീഡിയോസിൽ സംസാരിക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. നമസ്തേ.